നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഓല ഇലക്ട്രിക് മൊബിലിറ്റിയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് മാധ്യമങ്ങളൊന്നും കാര്യമായി ഗൗനിക്കാതെയോ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമായിട്ട് പറയാത്ത ഒരു കാര്യം, ഓല ഇലക്ട്രിക്കിന്റെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഓഡിറ്ററുടെ വക ചില റിമാർക്സുകളെ കുറിച്ചാണ്. ഇതൊരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഇതൊരു ന്യൂസ് അപ്ഡേറ്റ് മാത്രമാണ്. ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഓല ഇലക്ട്രിക്കിന്റെ ഓഡിറ്റർ BSR ആൻഡ് കമ്പനി LLP എന്ന് പറയുന്ന ഓഡിറ്റിംഗ് ഫോമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കമ്പനി അഫയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അവർക്ക് പണം തരുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് ബാധ്യതകൾ തത്വത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ ലഭിക്കുന്ന ഡേറ്റ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം അവ ഓഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചുമതല. അപ്പോൾ കമ്പനി നൽകുന്ന ഡേറ്റ അത് അതേപോലെ തന്നെ നൽകാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ അകത്ത് കമന്റ്സ് വേണമെങ്കിൽ എഴുതാം, ഇതിന് വിശ്വാസ്യത കൂടുതലാണ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കമന്റുകളാണ് സത്യത്തിൽ ഓല ഇലക്ട്രിക് അതിനെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അവ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ പേജ് 156 മുതൽ 163 വരെയുള്ള പേജുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പല വെയർഹൗസുകളിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും അതേപോലെ തന്നെ വിൽപ്പന നടത്തി എന്ന് പറയുന്നതുമായിട്ടുള്ള പല 2 വീലറുകൾ, ഇവയുടെയൊക്കെ ഇൻവെന്ററി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് അവ യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. ഇതുപോലെ തന്നെയാണ് കമ്പനിയുടെ 3-4 സബ്സിഡിയറികളുടെയും അവസ്ഥ. അതുപോലെ തന്നെയാണ് റോ മെറ്റീരിയൽസ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, കയറ്റി അയച്ചു എന്ന് അവകാശപ്പെടുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇവയൊക്കെ തമ്മിലുള്ള ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സും മിസ്മാനേജ്മെന്റും ഒക്കെ ഇൻവെന്ററിയിലും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡും അതുപോലെ സ്റ്റോക്ക് ബാലൻസിലും ഒക്കെ ഉള്ള പരിശോധിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആനുവൽ റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പേജ് നമ്പർ 161 മുതൽ 163 വരെയുള്ളത് അനക്സ് ANBയിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അത് പറയുന്നത് സബ്സിഡറി ആയിട്ടുള്ള ഓല ഇലക്ട്രിക്കിന്റെ സബ്സിഡറി ആയിട്ടുള്ള ഓല ഇലക്ട്രിക് ചാർജിങ്, ഓല ഇലക്ട്രിക് ടെക്നോളജീസ്, ഓല സെൽ ടെക്നോളജീസ് എന്നിവയൊക്കെ കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ള റിമാർക്സ് ആണുള്ളത്. അതിൻ്റെ അകത്തും സമാനമായിട്ടുള്ള രീതിയിലുള്ള കമ്പനി അവകാശപ്പെടുന്ന തരത്തിലുള്ള സെയിൽസോ അല്ലെങ്കിൽ ഇൻവെന്ററിയോ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സംശയങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. 243, 254 പേജുകളിൽ ഈ പേജുകൾ പറയുന്നത് കമ്പനി വ്യക്തമായിട്ടുള്ള ഒരു കണക്കുകളോ ഇൻവെന്ററി മാനേജ്മെന്റോ കാത്തു സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സോ കൺട്രോൾ മെക്കാനിസംസോ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി, ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനി, അധികം വർഷങ്ങളായിട്ടില്ല എന്നുള്ളത് സത്യം, പക്ഷേ എങ്കിൽ പോലും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇത് ഇപ്പോഴും ഒരു പ്രോസസ്സോ ഒരു കൺട്രോൾ മെക്കാനിസംസോ ഇൻവെന്ററി മാനേജ്മെന്റോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റോ സൂക്ഷിക്കുന്നില്ല. അവയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് 5-8 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു CRM സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയറോ ഒക്കെ ലഭിക്കുന്ന ഒരു കാലത്ത് ഇവ സൂക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് കുറച്ചൊരു അത്ഭുതാവഹമാണ്. അതുപോലെ പേജ് 63-65 വരെയുള്ള എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോജക്ട് വിസ്താരനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യം മാനേജ്മെന്റിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ there are critical gaps in back-end systems എന്നാണ് പറയുന്നത്. അതായത് ERP അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വെയർഹൗസ് മാനേജ്മെന്റ്, ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മാനേജ്മെന്റ് തന്നെ സമ്മതിക്കുന്നു. റിപ്പോർട്ടിന്റെ അകത്ത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു മിസ്മാച്ചോ ഒക്കെ റോ മെറ്റീരിയലും അതേപോലെ തന്നെ സ്റ്റോക്കുകളും ഒക്കെ കാണുമ്പോഴാണ് സാധാരണ രീതിയിൽ ഓഡിറ്റേഴ്സ് അവ രേഖപ്പെടുത്താറ്. മറ്റൊന്നും കൊണ്ടല്ല, അവരെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ പല കമ്പനികളുടെയും ഫ്രോഡുകൾക്ക് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഫേമുകളുടെ അവരുടെ തന്നെ മെമ്പർഷിപ്പാണ് പലപ്പോഴും ക്യാൻസലായി പോകാറുള്ളത്. അപ്പോൾ ദീർഘകാലത്തേക്ക് ഓല ഇലക്ട്രിക് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കുക. കാരണം വിശ്വാസ്യതയില്ലാത്ത കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുമ്പോൾ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം പലപ്പോഴും നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു നിക്ഷേപം ആയിരിക്കില്ല തരുന്നത്. പക്ഷേ ഹ്രസ്വകാലത്തേക്കുള്ള കാര്യം പ്രൈസ് മൂവ്മെന്റും ഒക്കെ സത്യത്തിൽ ടെക്നിക്കൽസിനെ മാത്രം മുൻനിർത്തിയുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ചിലപ്പോൾ മുകളിലേക്ക് പോയേക്കാം, ചിലപ്പോൾ താഴേക്ക് പോയേക്കാം. പക്ഷേ ഓഡിറ്റർ തന്നെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് ഇതേപോലത്തെ ചില റെഡ് ഫ്ലാഗ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മറ്റൊരു അദ്ദേഹത്തെ മുകളിൽ കാണാൻ വരെ നന്ദി, നമസ്കാരം.